അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ കുറച്ച് ഒരു ദിവസം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്വീറ്റൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് കുറഞ്ഞോളും, അല്ലെങ്കിൽ ചോറ് കുറച്ചാൽ തന്നെ വെയിറ്റ് കുറഞ്ഞോളും എന്നുള്ള ഒരു രീതികളുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പറയുന്നത് കാർബോഹൈഡ്രേറ്റ് നല്ലതല്ല, ചോറ് കുറയ്ക്കണം, മധുരം കുറയ്ക്കണം എന്നൊക്കെ, കപ്പ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആളുകൾ അതൊക്കെ നോക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും വെയിറ്റ് കുറയാത്ത ആൾക്കാരുണ്ട്. കാരണം എന്താണ്? നമ്മൾ നോക്കുന്നത് ഭക്ഷണം എന്ന് പറയുന്നൊരു കാരണം മാത്രമാണ്. ഭക്ഷണം മാത്രമല്ല, എത്രയോ സാഹചര്യങ്ങളിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഓവറിലെ സിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി. ഓവറിലെ സിസ്റ്റ് ഉണ്ടെങ്കിൽ സിംറ്റം എന്തൊക്കെയാണ്? ഒന്ന് വെയിറ്റ് കൂടും, ഒന്ന് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകും, പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും, മുടി പൊഴിച്ചിലുണ്ടാകും, സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എത്ര പട്ടിണി കിടന്നാലും വെയിറ്റ് കുറയില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം PCOD എന്ന് പറയുന്ന പ്രശ്നം ക്ലിയർ ആവണം. അപ്പോൾ ഓവറിലെ സിസ്റ്റ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അത് ക്ലിയർ ആയാൽ വെയിറ്റ് കുറഞ്ഞോളും. ഇനി അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ വേറൊരു കാര്യമാണ് തൈറോയിഡിന് കണ്ടീഷനുള്ള ആളുകൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ കൺസൾട്ടേഷൻ വരുമ്പോഴേ മനസ്സിലാവും. ഒരാൾ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും അതെങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് തൈറോയിഡുള്ള കാര്യം? അപ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ ഒരു ശരീര രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം എന്താണ്? അതിന് എൻ്റെ തൈറോയിഡൊക്കെ നോർമലാണ്, ഞാൻ മരുന്ന് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് നീര് വെക്കുന്നില്ലേ ശരീരത്തിൽ? നീര് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിശം ദേഷ്യമൊക്കെ ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഇല്ലേ? ഉണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഒരു ശരീര പ്രകൃതം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ തൈറോയിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എത്ര നോർമലാണ്, അല്ല T3 T4 ഒക്കെ എത്ര TSH ഒക്കെ എത്ര നോർമലാണെന്ന് പറഞ്ഞാലും കോംപ്ലിക്കേഷൻ പോകത്തില്ല. കോംപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറെ രീതിയിലാണ് ചികിത്സിക്കേണ്ടത്. തൈറോയിഡിൻ്റെ വേറൊരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രശ്നങ്ങൾ ക്ലിയർ ആകും. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിറോയിഡ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. ഒത്തിരി ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ളവരുണ്ട്. അതേപോലെ തന്നെ കുറേ നാളുകളായിട്ട് ജോയിൻറ്റ് പെയിൻസും തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ സ്ഥിരമായിട്ട് ഇപ്പം ആർത്രൈറ്റിസും ആമവാദം സന്ധിവാദം ഒക്കെ ആയിട്ട് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് കണ്ടീഷനിലൊക്കെ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് എടുക്കുന്നവരുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബലൂൺ കാറ്റ് നിറയുന്ന പോലെ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നവരുണ്ട്. മെയിൻ കാരണം എന്താണ്? സ്റ്റിറോയിഡിലായിട്ടുള്ള മെഡിസിൻസ് ബോഡിയിലേക്ക് സപ്ലൈ ആകുമ്പോഴത്തേനും അവിടെ ഗ്ലൂക്കോസ് ലെവലിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നീരും ഫാറ്റിൻ്റെ ഡെപ്പോസിഷനും ഒക്കെ കൂടുകയും ചെയ്യും. ഇതാണ് മെയിനായിട്ടുള്ള റീസൺ. അതുകൊണ്ട് നോർമലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലെവലിനെ ഇത് ആൾട്ടർ ചെയ്യുന്നതാണ് സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റിറോയിഡലായിട്ടുള്ള മെഡിസിൻസ് കുറച്ച് നാൾ എടുക്കുമ്പോഴത്തേനും ശരീരത്തിൽ നീര് കൂടുകയും വെയിറ്റ് കൂടുകയും കൊഴുപ്പ് കൂടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതും ഒരു കാരണമാണ്. ഇനിയുള്ള കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വളരെ കൺട്രോളിലാണ് ഫുഡ് കഴിക്കുന്നത്, എനിക്ക് ഹോർമോണൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവരുടെ മെയിനായിട്ടുള്ള റീസൺ വരുന്നത് പാരമ്പര്യമാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കളോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും നല്ല ശരീരഭാരം ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ജീന് തന്നെയായിരിക്കും ഇവർക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ രീതിയിലുള്ള ശരീരഭാരം കൂടുന്ന ആളുകൾക്കും നമുക്ക് നോർമൽ വെയിറ്റ് കുറച്ച് ക്ലിയർ ആക്കാൻ സാധിക്കും. കാരണം എന്താണ്? പാരമ്പര്യമാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് വേരിയേഷൻസ് വരുത്താൻ സാധിക്കും. ഇനി സ്റ്റിറോയിഡൽ മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ, അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നോർമൽ ശരീര രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഹോർമോണൽ ഇംബാലൻസ് ആണോ, അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻ റീസൺ എപ്പോഴും പറയുന്നത് ഭക്ഷണമാണ്. അതായത് അരിയാഹാരം, കിഴങ്ങുവർഗ്ഗം, മധുരസാധനങ്ങളുടെ അളവ് കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് വെയിറ്റിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മളിപ്പോൾ ഒരു കാട്ടിലെടുത്ത് നോക്കിയാൽ മതി. ഈ സിംഹവും കടുവയും ചീത്ത പുള്ളി എന്നൊക്കെ പറയുന്ന മൃഗങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാവും അവരൊക്കെ നല്ല സ്ലിം ബ്യൂട്ടീസാണ്. അതായത് വളരെ സ്ലിം ആയിട്ടിരിക്കുന്നതൊക്കെയാണ്. പക്ഷേ 24 മണിക്കൂറും കഴിക്കുന്ന പശുവിനെയും പോത്തിനെയും ചിമ്പാഞ്ചി അതേപോലെ ആനയൊക്കെ എടുത്ത് നോക്കിയാൽ ഫുൾ ടൈം എല്ലാം എപ്പോഴും കഴിപ്പാണ്, തീറ്റയാണ്. പക്ഷേ എങ്ങനെയാണ് ഇരിക്കുന്നത്? നല്ല വണ്ണം വെച്ചിരിക്കും. അതൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? അപ്പം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇറച്ചി മീനും മുട്ടയൊന്നും അല്ല ഈ വണ്ണം കൂട്ടുന്നത്. ഈ പുല്ലും വൈക്കോലും പിണ്ണാക്കും മടിയരും കഴിച്ചാൽ തന്നെ, നല്ല പഴം തിന്നാൽ തന്നെ നല്ല, ഈ ചിമ്പാഞ്ചിയൊക്കെ ഫുൾ ടൈം പഴമാണ് കഴിക്കുന്നത്, എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഈ മുട്ടയും ഇറച്ചിയും മീനും ഒന്നും അതൊന്നും അല്ല നേരായിട്ടും കൾപ്രിറ്റ്. ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉപവാസം ചെയ്യുന്നവരുണ്ട്. ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിലൊക്കെ, വലിയ നോയമ്പ് സമയങ്ങളിലൊക്കെ ഉപവാസം ചെയ്യുന്നതാണ്, ഇറച്ചി മീൻ മുട്ടയൊക്കെ മാറ്റി വെക്കും. അപ്പോൾ എന്താണ്? അവരുടെ വെയിറ്റ് കുറയാറുണ്ട്, ജോയിൻറ്റ് പെയിൻസ് കുറയാറുണ്ട്, ക്ഷീണം കുറയാറുണ്ട്, ഭയങ്കര മാറ്റമാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ? മുട്ടയും മീനും ഇറച്ചിയൊക്കെ മാറ്റി വെച്ചതോടുകൂടി
ഞങ്ങൾ നന്നായി എന്ന രീതിയിലേക്ക്, എന്നാൽ നല്ല മാറ്റമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മീനില്ലെങ്കിൽ ആരെങ്കിലും രണ്ടാമത്തെ തവി കപ്പ എടുക്കുമോ? ഇല്ല. ഇറച്ചിയില്ലെങ്കിൽ ആരെങ്കിലും രണ്ടാമത് തവി ചോറ് എടുക്കുമോ? ഇല്ല. മുളക് പൊട്ടിച്ച് എത്ര കപ്പ കഴിക്കാൻ പറ്റും? അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല മീൻകറി ഉണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് കപ്പ കഴിക്കാം? നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് ചോറ് കഴിക്കാം? എന്നിട്ട് കുറ്റം മൊത്തം ഏതാണ്? ഈ ഇറച്ചിക്ക് മീനുമാണ്. ഒന്നുമല്ല, ഈ ഒരു ഹൈ കാലറി ഡയറ്റ്. ഇനി ഒന്നും വേണ്ട, ഒരു ലഡു കഴിച്ചാൽ തന്നെ ഒരു അരപാത്രം ചോറുണ്ടെന്നതിൻ്റെ എഫക്റ്റ് ഒരു ലഡുവിൽ കിട്ടും. പക്ഷേ ലഡു കഴിച്ചാൽ വയറെന്നറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതും കഴിക്കും, അതിൻ്റെ കൂടെ ഇതും കഴിക്കും, എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇതങ്ങ് കൂടുകയാണ്. ഏറ്റവും കൂടുതൽ PCOD കണ്ടീഷൻസ്, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നത് എന്താണ്? ഈ ഹൈ കാലറി ഡയറ്റ് ബോഡിയിലേക്ക് കയറുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് മധുരം. ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കഴിക്കുന്നവർക്കും ചോക്ലേറ്റ് കഴിക്കുന്നവർക്കും സ്വീറ്റ് ഐറ്റംസ് കഴിക്കുന്നവർക്കാണ് ഓവറിൽ സിസ്റ്റ് ഉണ്ടാകുന്നത്. അത് എടുത്ത് നോക്കിയാൽ മതി. ജസ്റ്റ് നമ്മൾ ആർക്കൊക്കെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവർ മറ്റു കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല, ഈ ഒരു കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നാണ് അന്ന് പറഞ്ഞാൽ കഴിക്കരുതെന്നല്ല, കഴിക്കാം, പക്ഷേ എല്ലാം ഒരു അളവിൽ കൂടുതലാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാരണങ്ങളൊക്കെ ക്ലിയറാക്കി വന്നാൽ എത്ര വലിയ വെയിറ്റ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ സാധിക്കും.